സൂപ്പർ ലീഗ് കേരളയിലെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിനൊരുങ്ങി ഫോഴ്സ കൊച്ചി. സ്വന്തം തട്ടകത്തിൽ തൃശൂർ മാജിക് FC-യാണ് കൊച്ചിയുടെ എതിരാളികൾ. മത്സരം അല്പസമയത്തിനകം തുടങ്ങും. തുടർ തോൽവികളിൽ നിരാശരായ കൊച്ചിക്ക് ജയം അനിവാര്യമാണ്. ആ മത്സരം അല്പസമയത്തിനകം തന്നെ അവിടെ തുടങ്ങാൻ പോവുകയാണ്. സൂപ്പർ ലീഗ് കേരളയിലെ നിലനിൽപ്പിന്റെ ഒരു പോരാട്ടം തന്നെയാണ്. അതിന് തന്നെയാണ് ഫോഴ്സ കൊച്ചി അവിടെ ഒരുങ്ങുന്നത്. സ്വന്തം തട്ടകത്തിൽ തൃശൂർ മാജിക് FC-യാണ് കൊച്ചിയുടെ എതിരാളികൾ. മത്സരം ഉടനെ തന്നെ ആരംഭിക്കും. അല്പസമയത്തിനകം തന്നെ അത് ആരംഭിക്കും. തുടർ തോൽവികളിൽ നിരാശരായ കൊച്ചിക്ക് ഈ ജയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിർണായകമായ മത്സരമാണ് നടക്കാൻ പോകുന്നത്. മഹാരാജ സ്റ്റേഡിയത്തിൽ നിന്ന് ജോയ് മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയ്, കൊച്ചിക്ക് ജയം അനിവാര്യമാണ്. എപ്പോഴാണ് മത്സരം ആരംഭിക്കുക? അഖില, അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കും. കൊച്ചിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു മത്സരമാണ്. അതായത് സീസൺ ആരംഭിച്ചപ്പോൾ മുതലുള്ള കഴിഞ്ഞ ആദ്യ 3 മത്സരങ്ങളായാലും കൊച്ചി തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോൾ ആ തോൽവിയുടെ കറ സ്വന്തം തട്ടകത്തിൽ കഴുകിക്കളയാമെന്നൊരു പ്രതീക്ഷയിലാണ് ഇന്നത്തെ ഈ മത്സരത്തിന് കൊച്ചി ബൂട്ട് കിട്ടുക. അതിൽ തന്നെയായാലും വൻ മാറ്റങ്ങളാണ് കൊച്ചി ടീമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മത്സരങ്ങളിൽ പരിക്കേറ്റ് പുറത്തായിരുന്ന പല താരങ്ങളും ഇക്കുറി ആദ്യ 15 ഇടം പിടിച്ചു. അതിൽ തന്നെയായാലും പ്ലേയിങ് 11-ലെ നായക അലക്സാണ്ടർ റൊമാരിയോ, ജുസൂരാജ് ഉൾപ്പെടെയുള്ളവർ ടീമിൽ തിരിച്ചെത്തി. അപ്പോൾ ഏറെ നിർണായകമായൊരു മത്സരമാണ് കൊച്ചിയെ സംബന്ധിച്ച്. അതിൽ തന്നെയായാലും ആരാധകരൊക്കെ തന്നെ ഈ കൊച്ചിയെ സപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ തന്നെ നമുക്ക് അവരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ടീമിന്റെ പ്രതീക്ഷകളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, കൊച്ചിയുടെ കളി കാണാൻ വേണ്ടി എത്തിയാണ്. കൊച്ചിയുടെ കളിയല്ല, തൃശ്ശൂരിന്റെ കളി കാണാൻ വേണ്ടി. തൃശ്ശൂർ ഇപ്പോൾ ബിന്ദൻ ജയത്തോടെ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രകടനം കൊച്ചി വെല്ലുവിളി ഉയർത്തും തൃശ്ശൂരിന്. ഈ കളി ഞങ്ങൾ എന്തായാലും ജയിച്ച് ഫസ്റ്റ് പോയിന്റിലെത്തും. അപ്പോൾ ഈ മത്സരം ജയിച്ച് കഴിഞ്ഞാൽ അടുത്ത തലപ്പത്ത് തിരിച്ചെത്താനാണ് തൃശ്ശൂർ ലക്ഷ്യം അല്ലേ? അപ്പോൾ ഈ അവസാന മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോൾ ഇതിൽ ഒരു തോൽവിയല്ലേ, 2 ജയം ഉണ്ടല്ലോ. തോൽവിനെ കുറിച്ച് മാത്രം പറയരുതല്ലോ. ജയത്തിൽ നമ്മളിപ്പോ തൃശ്ശൂരിന്റെ ആരാധകരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കൊച്ചിനെ വീഴ്ത്തി ഈ മത്സരത്തിലൂടെ ജയിച്ച് തലപ്പത്ത് തിരിച്ചെത്താനാണ് തൃശ്ശൂർ ലക്ഷ്യമിടുക എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ തന്നെയാണ് നമുക്ക് ബാക്കിയോട് ചോദിക്കുക. അപ്പോൾ എവേ മത്സരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയുടെ തട്ടകമാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? പ്രതീക്ഷകൾ എങ്ങനെയാണ്? തൃശ്ശൂർ ജയിക്കും, അത് ഉറപ്പല്ലേ? ജയിക്കുന്ന ഉറപ്പാണ്. വേറെ ഒന്നുമില്ല. തട്ടകമാണ്. അതെ, പിടയ്ക്കും. അപ്പോൾ എവേ മത്സരത്തിലായിക്കൊള്ളും തൃശ്ശൂരിന്റെ ആരാധകർക്ക് തന്നെ വൻ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് മത്സരം? കൊള്ളായിരിക്കും അല്ലേ? മത്സരം കൊള്ളായിരിക്കും. കളി കാണാൻ തൃശ്ശൂരിൽ നിന്നാണ് കളി കാണാനായിട്ട് അപ്പോൾ തൃശ്ശൂർ തന്നെ ആരാധകരാണ് ഇപ്പോൾ കൂടുതലും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരത്തിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4ാം റൗണ്ടിലെ അവസാന മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ ജയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കൊച്ചിക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ കൊച്ചിക്ക്. അപ്പോൾ ഇതുവരെ ജയമില്ലാത്ത കൊച്ചിക്ക് സ്വന്തം തട്ടകത്തിൽ ഈ തോൽവിയുടെ കറ കഴുകിക്കളയാനാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കൊച്ചിക്ക് വെല്ലുവിളിയായി തൃശ്ശൂരുണ്ട്. അപ്പോൾ സീസണിൽ ഇതുവരെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2 ജയവും തൃശ്ശൂരിന്റെ പേരിലുണ്ട്. അപ്പോൾ അതിൽ തന്നെയാലും അവർ ഏറെ ആത്മവിശ്വാസത്തിലാണ് എവേ മത്സരത്തിൽ എത്തിയിരിക്കുന്നത്. അഖില, ജോയ് മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.